രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം. കിഷ്കിന്ധാകാണ്ഡത്തിൽ നിന്നും ഒരു ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കരുതെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരീ മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈരല മഞ്ഞസാവാനരസേനയോടും തഥാ ചാമരശ്വേതാദപക്ലവ്യജനവൻ സാമരാസൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു കവിവീരൻ. ഗഹ്വരദ്വാരിശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനഗരം ശ്യാമം ജടാമകുടോജ്വലം മാധവം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ചയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്ന ചുതാടത്തിറങ്ങിയിടിനൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു കാടം ഗുണർന്നേടിനൻ. സൗഖ്യമല്ലി ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. സീതന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു കൺപാത്തരുളേണമാതരാൽ തൃക്കാക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മക്കട വീരരെ കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരുദ്വീപ ശൈലാനിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരും വീവതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കൂം ഇവരിനി കേജിൽ ഗജബലന്മാരിതിലുണ്ടോ കേജിൽ ദശഗജശക്തിയുള്ളോരുണ്ടോ കേജീതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോൽപലരൂപികൾ കേജിൽ കനകസമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാവര് ശുദ്ധസ്ഫടിക സംകാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യാമിവരോളമില്ലാക്കും നിങ്ങളൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവിബലം മൂലാഫല ജലവക്വാശനന്മാരെ ശിലാഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ. ദക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രാനവനല്ലോ കോടിബല്ലൂക വൃന്ദാധിപതി മഹാപ്ലവുടമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതീതാതൻ മഹാബലി വീരൻ പ്രമാദി ശരവൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വരീമുഖനും ഗന്ധവാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ച് ആലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം.
മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുക്കാം വിരോത്തു കർത്തവ്യം കുരുഷ്വതി ജാനകീമർഘണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരാനയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണമോരോ ദിശിപടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധായൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണ് നിർണയം 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നീടിനൻ യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്തു വ്യക്തിയാതൊഴുതിതു വായൂതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനൂമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിനു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനൊക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ ഇടയാളവാക്കൂ മരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചേടിനൻ ലക്ഷ്മി യുഗവതിയാകിയ സീതയാം പുഷ്കരവത്രാക്ഷിയെ കൊണ്ടുപോയരും രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവിസഞ്ചയം ലക്ഷവും പുത്രാരിപുത്രാതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനഗ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞതി സത്വരം നീള നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവീ പുപ്പൂ തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്ന അതിക്രൂരനായ ഒരു നിശാചര വീരനെ കണ്ടുവേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനർ പന്തേ മുഖനൽ ഇവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവ സ്വയം പ്രഭാകരി അന്ധകാരാരണ്യമാശുബുക്കിയിടിനാരന്തരാദാഹവും വർദ്ധിച്ചു തേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാരു പ്രദേശത്തൊടും മക്കടവീരരുണങ്ങി വരണ്ടൊരു ജഹുയോടും നടക്കുന്ന നേരത്തൊരു ഗഹുരം തത്ര കാണായി വിധിവശാൽ വലിയ തനഗണച്ഛന്നമായൊന്നതിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഉദ്ദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ച നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നൂ പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാൻ നീ തിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ച കുലാൽ ഭിന്നതയോടും നടന്നുപോയി ചെന്നാല് ദീവദൂരം തത്ര കണ്ടിതു മുന്നിലാമാവതീ ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാണവർ കണ്ണിനുമേറ്റം ആനന്ദകരംബരം വാവികളുണ്ടു മണിമയവാരിയാലാപൂർണകളായ ദീപാവിശദമായി പക്വബലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമതുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷാന്യ സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാദീപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്രഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാനാനിരതയായി
പാവകജ്വാല സമാഭാകരം നദി പാവനയായ മഹാഭാഗയെ കണ്ടു. തക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനവർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനൾ, നിങ്ങൾ ആരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതു എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടു ഒരു വായുധനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനൻ, വൃത്താന്തമുക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാവില്ലനൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമയായുണ്ടൊരു പുരിഭൂതലെ, തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതൂ 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നു അറിഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലാമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസി നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനൻ പത്നിയെ. രാമനും ലക്ഷ്മണനാഭൂമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ഭാര്യയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ രാജ്ഞു സീതയെ കണ്ടുവരികെന്നു. വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം കുറഞ്ഞു ജലകാംക്ഷയാ വന്നു ഹേന ഗഹ്വരം ബുക്കിയതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരുന്നതും ഞങ്ങളേതും അറിഞ്ഞീര നേരെ ഇരുൾ ചെയ്യുക വേണമതും ശുഭ. യോഗിനിതാനും അത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനൾ, പക്വാഫലമൂലജാലങ്ങളൊക്കെ ഭക്ഷിച്ചമൃതപാനം ചെയ്തുരായി. ബുദ്ധി തെളിഞ്ഞു വരുവിനാത്മവൃത്താന്തമാതിയെ ചൊല്ലിത്തൊരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവീ സമീപം ബുക്കുബദ്ധാഞ്ജലി പൂണ്ടു നിന്നോ. അനന്തരം ചാരസ്മിതപൂർവം അന്യസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ, വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാഹേമാ മനോഹരി മുക്തഭേദം കൊണ്ട് സന്തുഷ്ടനായാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെ യതുമൂലം ദിവ്യാപുരമിതം ഈശ്വരൻ ദിവ്യനാമയുധായുധം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുര തത്സഖി ജ്ഞാനിഹൻ നാംനാ സ്വയം കൃപ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രീ സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ, സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. വേദായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളൂ അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാരും നിൻ ഗുഹാമന്ദിരം സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ട് നീ മക്കടന്മാർക്ക് ഉപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. പ്രത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാണുന്നതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതാടവീ. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിന. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.